പരദേവത വെള്ളിനീത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ആധാര ശിലാസ്ഥാപനവും ശ്രീകോവിലിന്റെ ഷഠാധാര പ്രതിഷ്ഠയും നിർവഹിക്കപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ 8:30 9:20 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രത്തിന്റെ ആധാര ശിലാസ്ഥാപനം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ഇടവൂർ TV ഷിബു തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി VS സജീവ് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം സ്ഥപതി വിജയ ഹനു അവറുകളുടെ മഹനീയ സാന്നിധ്യത്തിലും ശ്രീകോവിലിന്റെ ഷഠാധാര പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടു. ഷഠാധാരം എന്നാൽ മനുഷ്യ ശരീരത്തിൽ കുണ്ഡലിതമായി കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തി മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആധാരങ്ങളിൽ കൂടി സഹസ്രാരം വരെ അഥവാ ശിരസ്സുവരെ ഉയർത്തിയാൽ അമൃതവർഷം ഉണ്ടാകും എന്നും അനേകം സിദ്ധികൾ കൈവരിക്കും എന്നും യോഗശാസ്ത്രം പറയുന്നു. ദേവിയുടെ സൂക്ഷ്മ ശരീരമായ പ്രതിഷ്ഠയിൽ അനുഗ്രഹ കലകളുടെ പ്രവാഹമുണ്ടാകുന്നതിനായി ക്ഷേത്ര നിർമ്മാണാരംഭത്തിൽ പ്രതിഷ്ഠാ വിഗ്രഹത്തിന് താഴെ ഭൂമിയിൽ നിന്ന് ഒന്നിനുമീതെ ഒന്നായി ഷഠാധാര പ്രതീകമായ ആധാരശില, നിധികുംഭം, അഷ്ടദളപത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില എന്നിവയെ പ്രതിഷ്ഠിക്കുന്നു. നിരന്തരം പൂജകളുടെ ഫലമായി ആധാരശിലയിൽ നിന്നുയരുന്ന തേജസ് ഷഠാധാരങ്ങൾ കടന്ന് മുകളിലേക്ക് ഉയർന്ന് ദേവീ വിഗ്രഹത്തിലൂടെ ബഹിർഗമിച്ച ദേവിയുടെ മുന്നിൽ നിന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ മനസ്സിനും ശരീരത്തിനും ഊർജമായി പ്രവേശിച്ച സർവ്വ ഐശ്വര്യപ്രദമായി തീർക്കുന്നു.